ഇപ്പോഴെന്ത് കാണുന്നു? തോക്ക്. അതല്ല ചോദിച്ചത്. തോക്കിലൂടെ എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല. ഒരു മൂടില്ല ആശാനെ. ഇന്നലെ ദേഹം നൊന്നപ്പോ ഞാൻ അറിയാതെ. അതൊന്നും സാരമില്ല. ഇനി എങ്ങനെ ആവർത്തിക്കാതിരുന്നാ മതി. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കൂ. തോക്കെടുക്കൂ. നേരെ പിടിക്കേ. ഇങ്ങനെ. ഇപ്പോഴെന്ത് കാണുന്നു? മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു. കാഞ്ചി വലിക്കട്ടെ. ആകാശത്തേക്ക് വിടുവെച്ചാൽ ഇതന്നെ പോലീസ് വെടിവെപ്പ് വെച്ചാണോ? തത്തയെ കാണുന്നില്ലേ? ഇല്ല. തത്തയുടെ കണ്ണ് കാണുന്നില്ലേ? ഇല്ല. ഓഹോ, ആശാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യ കളിക്കുകയാണല്ലേ. ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അർജുൻ ഉത്തരം കൊടുത്ത പോലെ ഞാനും തന്നല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനറാണ് മിസ്റ്റർ ദ്രോണാചാര്യം. ഞങ്ങളൊക്കെ അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യും, തത്തയുടെ ഒരു കണ്ണ് ആശാൻ ആദ്യം വെടിവെച്ച് പൊട്ടിക്ക്, അടുത്ത കണ്ണ് ഞാനും പൊട്ടിക്കാം. അത് വേണോ? ആശാൻ ഒന്ന് കാണിച്ചു കൊടുക്ക്, എന്നാലേ അവന് പഠിക്കാൻ പറ്റൂ. എന്തിനാ പേടിക്കുന്നത്? ആശാന് പിഴച്ചാൽ ഏത്തമില്ലല്ലോ. എനിക്ക് പിഴയ്ക്കുമെന്ന് നിന്നോട് ആര് പറഞ്ഞു? അല്ല, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ, ഊരിലെ പഞ്ഞം. ഏത് കണ്ടാ പൊട്ടിക്കേണ്ടത്? ഇടതോ വലതോ? ആശാൻ ഇഷ്ടമുള്ളത് പൊട്ടിച്ചോ. ആശാന് പഴിച്ചു. ഓ അയ്യോ, ഈ നാശം പിടിച്ച ഒരു കാറ്റ്. കാറ്റത്താരും വെടിവെക്കത്തില്ലേ? ഇത് നോക്കിക്കോ. അവരൊരാടിനെയും കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. എന്താ കാര്യം? ആശാൻ വെടിവെച്ചപ്പോ ഒരു ആടിന്റെ കരച്ചിൽ കേട്ടായിരുന്നു. അത് തന്നെ കാര്യം. ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടത്. പപ്പുണ്ണേട്ടന്റെ അന്നേ പറഞ്ഞതാ ഈ പഞ്ചായത്ത് കുളം കോരരുതെന്ന്. ഇന്നൊരു ആടിനെ കൊന്നു, നാളെ ഒരു മനുഷ്യനെ കൊല്ലില്ലാന്ന് എങ്ങനെ അറിയാം? 5 ഇടങ്ങഴി കറക്കുന്ന ആടായിരുന്നു. എന്റെയും കുഞ്ഞുങ്ങളുടെയും കഞ്ഞിവിടെ മുട്ടിച്ചല്ലട കാലമാടാ. നീ കുണം പിടിക്കത്തില്ലടാ, അവന്റെ കള്ള നോട്ടം കണ്ടില്ലേ? മരത്തിന്റെ മണ്ടയിലോട്ടാണല്ലോ ഋഷികേശനാര് വെടിവെച്ചത്. അതെങ്ങനെ നിലത്ത് നിന്ന് ആടിന് കൊണ്ടു? ആടിനെ ഉന്നം വെച്ചാ മതിയായിരുന്നു, എങ്കിൽ തത്തയ്ക്ക് കൊണ്ടേനെ. പോക്കൃതരം കാണിച്ചിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഇനി ഇവന് വച്ചോണ്ടിരുന്നത് ശരിയാവത്തില്ല. അടിക്കുന്നതാ.